നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ FC ബാഴ്സലോണയെ നേരിടാൻ വേണ്ടി ക്യാമ്പ് നൗവിൽ എത്തിയിരിക്കുകയാണല്ലോ അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്നലെ അവരുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വല്ലാത്ത വികാര നിർഭരമായ ചില നിമിഷങ്ങൾ കണ്ടു. ആൻ്റോയിൻ ഗ്രീസ്മാനെ അടുത്തിരുത്തിക്കൊണ്ട് കരയാതിരിക്കാൻ പാടുപെടുന്ന, കണ്ണീരൊലിപ്പിക്കാതിരിക്കാൻ പാടുപെടുന്ന ഡിയേഗോ സിമയോണി. യെസ്, കോച്ചും കളിക്കാരനും തമ്മിലുള്ള വല്ലാത്തൊരു ആത്മബന്ധം പുറത്തു വന്ന നിമിഷങ്ങളായിരുന്നു അത്. ആൻ്റോയിൻ ഗ്രീസ്മാൻ ഈ സീസൺ കഴിഞ്ഞാൽ അവിടെ വിട്ടു പോവുകയാണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് താരത്തെ അടുത്തിരുത്തിക്കൊണ്ട് സിമിയോണി ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു ബിഫോർ ആസ്കിങ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് വി പ്ലാൻഡ്, നമ്മൾ പ്ലാൻ ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രസ് കോൺഫറൻസ് പറയുകയാണേ, അതാണ് അങ്ങനെ പറയുന്നത്. കാരണം ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഒരു കോച്ച് എന്ന നിലയിലും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയിലും ഈ പത്രസമ്മേളനത്തിൽ ആൻ്റോയിനൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് ചിലത് പറയാനുണ്ട്. നിൻ്റെ കഠിനാധ്വാനത്തിനും വിനയത്തിനും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിലെ യുവാക്കൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് നീ. യു ആർ ആൻ അഡ്മയറബിൾ പേഴ്സൺ ഫോർ ടുഡേയ്സ് യങ് പീപ്പിൾ ഇൻ എ സൊസൈറ്റി ദാറ്റ് നീഡ്സ് പീപ്പിൾ ലൈക്ക് യു. നീ ഞങ്ങൾക്ക് നൽകിയതിനും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനും ഇനി നൽകാൻ പോകുന്നതിനുമെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. നിൻ്റെ പ്രതിബദ്ധതക്കും ഒരു പ്രൊഫഷണൽ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലുമുള്ള നിൻ്റെ പെരുമാറ്റത്തിനും ഞാൻ നന്ദി പറയുന്നു. ഒരു കോച്ചും കളിക്കാരനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിർവരമ്പ് ലംഘിക്കാതെ തന്നെ ഒരു കുടുംബം പോലെ നമുക്കിടയിലുള്ള മനോഹരമായ ബന്ധം നിലനിർത്താൻ നിനക്ക് നന്നായിട്ടറിയാം. ഞാൻ നിന്നെ ആദ്യം ഒരു കളിക്കാരനായും പിന്നീടൊരു സുഹൃത്തായും കാണുകയാണ്. ഇനി ലീഗിൽ നമുക്ക് 8 മത്സരങ്ങൾ, കോപ്പ ഡെൽ റേയിൽ 1 മത്സരവും ബാക്കിയുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരങ്ങൾ കൂടി കളിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാൽ ഈ നിമിഷങ്ങൾ ആസ്വദിക്കുന്നത് തുടരാൻ ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഏതൊരു അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പറയുമായിരുന്നു. അവരുടെ വികാരങ്ങൾ തന്നെയാണ് എനിക്കുമുള്ളത്. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഞാൻ നിൻ്റെ കോച്ചാണ്. നാളെ നീ ഇത് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്. നാളെ നീ കളിക്കളത്തിൽ ഓടിക്കളിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിന്നെ ഞാൻ പുറത്താക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, സോറി, ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദീസ് വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിതുമ്പലടക്കുകയാണ്. യെസ്, ഗ്രീസിയും സിമിയോണിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് നമ്മളവിടെ കണ്ടത്. ഗ്രീസിയുടെ മറുപടി വന്നു പിന്നാലെ, ടു ട്രൂലി ഓപ്പൺ മൈ ഹാർട്ട്. തീർച്ചയായിട്ടും എൻ്റെ കിഡ്സും എൻ്റെ ഭാര്യയും അതുപോലെ സിമിയോണിയുടെ ചോലയുടെ ഫാമിലിയും ഒക്കെ ഇവിടെ ഉണ്ടാകണമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. ഞാൻ ഒരിക്കലും എനിക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഇമാജിൻ ചെയ്യാത്തൊരു ലെവലിലേക്ക് എത്തിയത് ഇവിടെ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചപ്പോഴാണ്. പേഴ്സണൽ ലെവലിൽ ഞാൻ അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ഹിം. അദ്ദേഹത്തിന് വേണ്ടി കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു പ്രിവിലേജായിട്ട് തോന്നുന്നത്. പിന്നെ എൻ്റെ ഇവിടുത്തെ കരിയർ അവസാനിക്കാൻ പോകുമ്പോൾ ഇമോഷണലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫെയർവെൽ എന്ന് പറയുന്നത് കളിക്കളത്തിലാണ്. അവിടെ ഓരോ ഗെയിമുകളിലും ടീമിന് നൽകാൻ പറ്റുന്നതൊക്കെ എനിക്ക് കൊടുക്കണം. ആ ഒരു ഇമേജാണ് ഞാൻ കളിക്കളത്തിൽ സർവ്വം സമർപ്പിച്ച് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇമേജാണ് ഞാൻ ഇവിടം വിട്ടുപോകുമ്പോൾ ഇവിടെ അവശേഷിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കളിക്കളത്തിൽ നമുക്ക് കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ പ്രൂവ് ചെയ്യണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നാളത്തെ കളി എന്ന് പറഞ്ഞാൽ ബാഴ്സയ്ക്കെതിരെയാണ്, നിങ്ങൾ മുമ്പ് കളിച്ച ടീമാണ്. അപ്പോൾ ആ ടീമിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്ത് എക്സൈറ്റ്മെൻറ്റാണ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എക്സൈറ്റ്മെൻറ്റ്, ഒരുപാട് ആഗ്രഹങ്ങളും അതിനോടൊപ്പമുണ്ട്. എനിക്ക് എൻ്റെ മോനെ പോലെയാണ് തോന്നുന്നത്. എൻ്റെ മോന് ശനിയാഴ്ച ഒരു കളി ഉണ്ടെങ്കിൽ അത് 11 മണിക്കായിരിക്കും കളി. അവൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കിറ്റൊക്കെ ഇട്ട് റെഡിയായി നിൽക്കും. അതുപോലെ ഒരു സ്ട്രോങ് ടീമിനെതിരെ കളിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് കൂടി ഗ്രീസി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.